ചേട്ടാ ഒരു കാര്യം കാണിച്ചിട്ടും ഗൈസ്. ഇന്നലെ ഏതുവരെ ഉള്ളതുണ്ടായിരുന്നു, ഇന്ന് ഏതുവരെ ഉള്ളതായിരുന്നു വായിക്കാം. ഇന്നലെ എനിക്കിവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇന്ന് അത്രയും ഒരു സ്റ്റെപ്പോളം വെള്ളം കയറി വീട്ടു. ഒന്നല്ല 2 സ്റ്റെപ്പോളം വെള്ളം കയറി. അങ്ങോട്ട് മൊത്തം വെള്ളം ഇല്ല. അവിടെ ഒരു വണ്ടി കിടക്കുന്നത്, ആ വാൻ, അവിടെ ഒരു വണ്ടി കിടക്കുന്നത്, അത് വെള്ളത്തിനകത്താണ്. മതി. ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ റൂമൊക്കെ മൊത്തം വെള്ളത്തിനകത്തായപ്പോൾ. സെക്യൂരിറ്റി റൂം ഈ വെളി സൈഡിലാണ്, പുറത്താക്കുന്നത്. ഇവിടോട്ട് ഇറങ്ങാൻ പറ്റില്ല. നോക്കട്ടെ ഒരു മിനിറ്റ്. കാല് വയ്ക്കാം, കുഴപ്പമില്ല. നല്ല തണുത്ത വെള്ളം. കാല് കണക്കുന്നു. കറക്റ്റ് പറഞ്ഞാൽ ലാലിലാണ് സെക്യൂരിറ്റി റൂമാണ്. അത് പാദ്യം വെള്ളത്തിനകത്ത് താഴോട്ടാണ് റൂം വെച്ചാൽ താഴോട്ടാണ് വെച്ചത്. അപ്പം വെള്ളം മൊത്തം ഉള്ളിലോട്ട് ഇറങ്ങി. നല്ല തണുത്ത കാറ്റ്. ഇന്നെത്തുമ്പോൾ നേരെ അങ്ങനെ ഇവിടെ എത്തി. ഡ്രമ്മൊക്കെ ഇത് അകത്തിരുന്ന ഡ്രമ്മ, അകത്തെ കേസിന് ഡ്രമ്മൊക്കെ ഇങ്ങെത്തി. വെള്ളത്തിനകത്ത് താഴ്ന്നു പോയി. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വെള്ളം ഇതുവരെ കയറി. നാളെ ഇനിയും കയറും. ആൾക്കാരൊക്കെ വരണം. എന്താ ഇത് ഇന്നലെ ആ സൈഡിൽ ഒടിഞ്ഞു മരമാണത്. വെള്ളം ഏതുവരെ കാണാൻ നോക്കാം നമുക്ക്. അയ്യോ, ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരണം. അവിടെ ചെറിയ സ്പേസ് എന്തെന്നാ വീഡിയോ എടുക്കാണ്ടത്. ഇപ്പം ഇങ്ങോട്ട് വന്നോട്ടിരിക്കുക. ഏരിയ മൊത്തം വെള്ളത്തിനകത്ത് കേട്ടോ. ഇല്ല, കിടക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ വണ്ടി എന്താ മനസ്സിലാവും. വെള്ളം എത്രയായാലും അവരുണ്ടെന്ന് ഈ ഫസ്റ്റ് കിടക്കുന്ന വണ്ടിയല്ലേ മനസ്സിലാവും. ഇതൊക്കെ മൊത്തം വെള്ളത്തിനകത്ത്. ഇതൊരു ബസ്സാണ്. ബസ്സിൻ്റെ ആ ടയറിൻ്റെ മുകളിൽ വെള്ളമുണ്ട്. എല്ലാ വണ്ടി കണ്ടാ കാണാൻ പറ്റില്ല. ഇരുട്ടാണ്ട് വെട്ടമില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. തിരിച്ചു പോവാം. വെള്ളത്തിൽ വീണ് ചാവണ്ട. അതിൻ്റെ ഇടയിൽക്കട മിസൈലിൻ്റെ ത്രെഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സേഫ്റ്റി വലയായിട്ട് വന്നോണ്ടിരിക്കുകയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഈ എന്തോ സൗണ്ട് കേട്ടോ, എന്താണെന്ന് ഇതുവരെ ക്ലിയർ ആയില്ല. ആദ്യത്തെ വീഡിയോ എടുക്കാൻ പറ്റൊരു സൗണ്ട് കേട്ട്. അതിനാ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം. Okay, arriba.
വണ്ടിക്കകത്തൊക്കെ ആൾക്കാരുണ്ട്, പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുക. ആൾക്കാരൊക്കെ പോയി, നാത്തൂരൊക്കെ പോയി. നമുക്ക് റൂമിലോട്ട് പോകാം.